ഒരു കോമാളിയിട്ട കമന്റ് എന്ന് കണ്ടു. ഞാനത് വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിക്കുക. മനസ്സിലായല്ലോ? അപ്പോ വീഡിയോ എടുക്കൽ എന്താണ് അതിൻ്റെ മസ്അല? നമ്മൾ ഫോണിലോ മറ്റ് ക്യാമറകളിലോ ഒക്കെ എടുക്കുന്ന വീഡിയോ, ഫോട്ടോ, അതിൻ്റെ കാര്യത്തിൽ ഒരു ചർച്ചയുമില്ല. അത് കേവലം ഒരു കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ പ്രതിബിംബം അതിൽ കാണുന്നത്, ആ ഒരു സംഗതി മാത്രമാണ് ഇതിൽ സംഭവിക്കുന്നത്. അത് ആ കണ്ണാടിയിൽ കാണുന്നത് പോലെ ഇതിൽ കാണുന്നു, അതിനവിടെ പിടിച്ചു നിർത്തുക എന്നൊരു കാര്യം മാത്രമാണ് ഈ വീഡിയോയിലും ഫോട്ടോയിലും സംഭവിക്കുന്നത്. ഈ എടുത്ത ഫോട്ടോ പ്രിൻ്റ് ഔട്ടായി വരുമ്പോൾ അത് നാം ഫ്രെയിം ചെയ്യുക, എടുത്തു വെക്കുക എന്നുള്ള കാര്യത്തിലേക്ക് പോകുമ്പോഴും അതിലും ചർച്ച വരുന്നുണ്ട്. പിന്നെ എവിടെയാണ് പ്രശ്നം വരുന്നത് ചോദിച്ചാൽ, ഇതിന് തസ്വീർ എന്ന വിശേഷണം വരുമ്പോഴാണ്. തസ്വീർ എന്നാൽ രൂപമുണ്ടാക്കുക എന്ന ഒരു വിശേഷണത്തിലേക്ക് വരുമ്പോഴാണ് അതിൽ ചർച്ച വരുന്നത്. ഹറാമാണെന്നും അതുപോലെ കറാഹത്താണെന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. അത് വരക്കുക അല്ലെങ്കിൽ മണ്ണ് കൊണ്ടോ മരം കൊണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പേപ്പർ കൊണ്ടൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കുക, ഇതിലൊക്കെയാണ് ചർച്ച വരുന്നത്. അതിൽ തന്നെ ഒരു ജീവിക്ക് ജീവിക്കാൻ ആവശ്യമായ അത്രയും ശരീരഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൽ പ്രശ്നമുള്ളൂ എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. ജീവികളുടെ രൂപങ്ങളും അതുപോലെ ഫോട്ടോ ഒക്കെ വരച്ചതായാലും അതിങ്ങനെ ക്യാമറയിൽ എടുത്ത് പ്രിൻ്റ് ഔട്ട് ചെയ്തതായാലും അങ്ങനെയുള്ളത് വീട്ടിലുണ്ടായാൽ അവിടെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. വീഡിയോ എടുക്കലോ ഫോട്ടോ എടുക്കലോ ഒന്നും ഹറാമല്ല. അതിന് തസ്വീർ എന്ന അല്ലെങ്കിൽ രൂപമുണ്ടാക്കൽ എന്ന വിശേഷണം ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് അതെന്താവുന്നത്, ഹറാമാകുന്നത്. അത് വരക്കുന്നത് തന്നെ ഒരു തൊടുമ്പോൾ തടിയുള്ള രൂപത്തിലാണെങ്കിൽ, തടയുന്ന രൂപത്തിലാണെങ്കിൽ അതിലും ചർച്ച വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ വിമർശന കമന്റ് ഇടുന്നതിന്റെ മുമ്പായിട്ട് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം കമന്റ് ഇടാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമുക്ക് ശരിയായ വശങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ.